എടക്കാട് കുറ്റിക്കാകം മുനമ്പിൽ കോൺഗ്രസിന്റെ പുതിയ ഓഫീസ് നെഹ്റു ഭവൻ പ്രവർത്തനം ആരംഭിച്ചു. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എംപി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതിയ ഓഫീസ് കെട്ടിടം നെഹ്റു ഭവൻ എടക്കാട് കുറ്റിക്കാകം മുനമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എംപി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യയാക്കി മാറ്റാൻ കഴിഞ്ഞത് കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണെന്ന് സുധാകരൻ പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യ രാജ്യത്തിന് ഈ ഒരു ഇന്നത്തെ ഇന്ത്യ രാജ്യമാക്കി മാറ്റാൻ ആരുള്ളത് കൊണ്ടാണ് നടന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മതങ്ങൾ, ജാതികൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്, ഭാഷകൾ വ്യത്യസ്തമാണ്. പക്ഷേ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നു. വൈരുദ്ധ്യത്തിന്റെയും വൈജാത്യത്തിന്റെയും വ്യത്യസ്തത നിലനിൽക്കുന്ന ഈ മണ്ണിന്റെ അകത്ത് ഈ കോടാനുകോടി ജനങ്ങൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒറ്റക്കെട്ടായി ഒരു മണ്ണിൽ ഒരുമിച്ച് മക്കളെ പോലെ ജീവിക്കാൻ ഇത്രയും കാലം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമുക്ക് സാധിച്ചുവെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് എന്തുകൊണ്ടാ? വിദ്യാഭ്യാസമില്ല, അക്ഷരാഭ്യാസം അറിയുന്നവരില്ല, ഒരു രാജ്യത്ത് വ്യവസായമില്ല, ശാസ്ത്രമില്ല, ഒന്നുമില്ല. പക്ഷെ ആ നാട് ഇന്ന് ഇന്ത്യ രാജ്യം ലോകത്തിലെ എണ്ണപ്പെട്ട രാജ്യത്തിൽ ഒന്നായി ഈ രാഷ്ട്രം മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ ഭാഷയിലും സംസ്കാരത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഭാരതത്തിന്റെ ചരിത്രം ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് നിരത്തി വെക്കാൻ സാധിക്കുന്ന അന്തസ്സുറ്റ രാഷ്ട്രീയ പാർട്ടിയായും രാഷ്ട്രമായും ഇന്ത്യ രാജ്യം വളർന്നു വന്നുവെങ്കിൽ ആ വളർച്ചയുടെ പിറകിൽ ആര് എന്നെന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. ഒറ്റ ശക്തി, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. സതീശൻ പാച്ചേനി ഹാൾ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. റിജിൽ മാക്കുറ്റി, VP അബ്ദുൾ റഷീദ, രാഹുൽ കായക്കൽ, വിനോദ് പുതുക്കുടി, CO രാജേഷ്, ഫർഹാൻ മുണ്ടേരി, ഫിറോസ ഹാഷിം, സീത MV തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.